Hi everyone. This is the last day of the protest that happening in the ജന്തർ മന്ദിർ. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ കൂടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു കാണും ഇപ്പം തന്നെ എന്താ അവിടെ നടക്കുന്നതെന്നുള്ളത്. ആൻഡ് ഐ നോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഈ ഒരു വഴിയാണ് ലൈക്ക് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഐ ഹാവ് എ പ്ലാറ്റ്ഫോം ആൻഡ് ഈവൻ ഒരു ചെറിയൊരു ഭയങ്കര ചെറിയൊരു സ്മോൾ കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും ഐ ക്യാൻ എക്സ്പ്രസ് മൈ സ്റ്റാൻഡ് വിത്ത് ദം ആൻഡ് അവർക്കുള്ള സപ്പോർട്ട് എനിക്ക് ഇതിലൂടെയെങ്കിലും അറിയാൻ പറ്റും. ആൻഡ് ഞാൻ വഴി കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആൻഡ് എല്ലാവർക്കും ഇപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മെയിനായിട്ട് ഈ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കഴിഞ്ഞ 2026 നീറ്റ് പേപ്പർ ലീക്ക് സംബന്ധിച്ചിട്ടാണ്. ആൻഡ് അത് റിലേറ്റഡ് ആയിട്ട് 25 സ്റ്റുഡൻസ് ഓർ 21 ദാറ്റ്സ് ദ എക്സാക്ട് കൗണ്ട് ഐ തിങ്ക്. സോ അത്രയും സ്റ്റുഡൻസ് സൂയിസൈഡ് ചെയ്തു. ആൻഡ് ഇതിന് മുമ്പേ ഇതുപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ള നീറ്റ് പേപ്പേഴ്സ് ആയിരുന്നാലും JEE CBC SEC പോലെയുള്ള പ്രധാനപ്പെട്ട എല്ലാ പേപ്പേഴ്സിൻ്റെയും ലീക്ക് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് അതിനൊന്നും ഇതുവരെയും ആരും ഒന്നും ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പോലും ക്ലിയർ ആൻസേഴ്സ് കിട്ടിയിട്ടില്ല. ബട്ട് ദിസ് ടൈം CJP എന്ന് പറയുന്ന ഒരു ന്യൂ പാർട്ടി, ലൈക്ക് ഒരു യങ്സ്റ്റേഴ്സിന് വേണ്ടിയായിട്ട് ഉള്ള ഒരു പാർട്ടി, they came with a protest. ആൻഡ് അതിന് സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് പേഴ്സൺ അതിന് സപ്പോർട്ടീവ് ആയിട്ട് വന്നു. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് എ ഹങ്കർ സ്ട്രൈക്ക്. അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം. ആൻഡ് ആ ഹങ്കർ സ്ട്രൈക്ക് ഓൾമോസ്റ്റ് 16-17 ഡേയ്സ് പിന്നിട്ടിട്ട് പോലും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അവർക്കൊരു ആൻസർ കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കാനോ റെഡി ആയിട്ടില്ല. ആൻഡ് 20 ഡേയ്സ് പാസ്സായപ്പോഴേക്കും നമ്മുടെ പ്രമുഖ ലീഡേഴ്സായിട്ടുള്ള രാഹുൽ ഗാന്ധി പോലെയുള്ള പല രാഷ്ട്രീയ ആൾക്കാർ ഇതിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈവൻ നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നാലും നമ്മുടെ CM പോയിട്ടുണ്ട്. ഓൾസോ പല ഇൻഫ്ലുവൻസേഴ്സും മിക്ക മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആക്ടേഴ്സും സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബോളിവുഡിലുള്ള ആരും അങ്ങനെ മെയിനായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഐ തിങ്ക് സോനാക്ഷി സിൻഹ അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിന് സപ്പോർട്ടീവായിട്ട് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്കറിയാവുന്നുള്ള ആരും ഇതിന് സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല. ആൻഡ് സോ ഇതിൻ്റെ ഒരു ഡാർക്ക് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജന്തർ മന്ദിറിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിൽ കൂടുതലും യങ്സ്റ്റേഴ്സാണ്. യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ എന്താ പറയേണ്ട ഒരു നെടുന്തൂണാണ്. അവരുടെ ഒരു രാജ്യം ഇനി മുന്നോട്ടുള്ള വർഷം എങ്ങനെയായിരിക്കും പോവേണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടറാണ് യങ്സ്റ്റേഴ്സ്. ആ യങ്സ്റ്റേഴ്സാണ് ആ ഡൽഹിയുടെ ജന്തർ മന്ദിർ എന്ന് പറയുന്ന ആ റോഡിൽ കിടന്ന് അവരുടെ റൈറ്റിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് എഗെൻസ്റ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ലാത്തി ചാർജ്, വാട്ടർ ഗൺ പ്രയോഗിക്കൽ, അതുപോലെ തന്നെ വേറെ ടിയർ ഗ്യാസ് ഷെൽസ്, ഇതെല്ലാം അവർക്കെതിരെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കയറി ഒന്ന് ജസ്റ്റ് റീൽസൊക്കെ സ്ക്രോൾ ചെയ്താൽ തന്നെ അറിയാം, അതിൽ പലർക്കും നല്ല ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ലൈക്ക് അവർക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട്, തല പൊട്ടിയിട്ടുണ്ട്. ആൻഡ് എന്നിട്ട് പോലും അവരെല്ലാവരും നമ്മുടെ പുതിയ ജനറേഷൻസിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യണത്. പലരും ഇപ്പോൾ ന്യൂട്രലായിട്ടിരിക്കുന്ന പലരോടും എനിക്ക് ലൈക്ക് ചെറിയൊരു പുച്ഛം ആക്ച്വലി തോന്നുന്നത്. അവർക്കൊന്നും ഇത് ബാധകമല്ല, അവർക്കാർക്കും ഇതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ഓൺ ദെയർ മൈൻഡ്. ബിക്കോസ് ഞാനൊരു +2 സയൻസ് പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ ആ ടൈമിൽ ആ നീറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഞാൻ പ്രഷർ അനുഭവിച്ചിട്ടുണ്ട്
എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. സോ അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻസൊക്കെ വേസ്റ്റായി പോവുക, അത് കുറേ ഇതേപോലെയുള്ള ആൾക്കാർ കാരണം റിഗ്ഡ് ആവുക എന്നൊക്കെ പറയുന്നത് സഹിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഐ കെയിം അക്രോസ് എ വീഡിയോ കുറച്ച് നേരത്തിന് മുന്നേ സെയിങ് ലൈക്ക് നീറ്റ് ടോപ്പർ, ആ നീറ്റ് ടോപ്പർ പറയുന്ന വേർഡ്സ് കേട്ടിട്ട് എനിക്ക് ആക്ച്വലി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണല്ലോ ഇനിയിപ്പോൾ ഡോക്ടറാവാൻ പോകുന്നതെന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. ബിക്കോസ് ആ ബോയ് പറയുന്നതെന്ന് വെച്ചാൽ ഈ പ്രൊട്ടസ്റ്റിന് വരണമെന്നൊക്കെ കരുതിയിട്ട് പിന്നെ അവൻ ചിന്തിച്ചത് എന്താ പറയണ്ടേ, ആ സമയം കൊണ്ട് അവന് വീട്ടിൽ ഇരുന്ന് പഠിച്ച് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാമല്ലോ എന്ന്. വാട്ട് ദ ഫക്ക് മാൻ. മീൻസ് if you're privileged, okay, but don't ignore the problem only because you're privileged, okay? Means ഇവിടെ അതേപോലെ റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെയും ഇതിന് വേണ്ടിയിട്ട് ടൈംസ് കളഞ്ഞിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടോ എല്ലാവർക്കും പ്രിവിലേജ്ഡ് അല്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഇനി എൻ്റെ പാരൻറ്റിൻ്റെ കാര്യമായിരുന്നാൽ പോലും അവരൊക്കെ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് എൻ്റെ അമ്മ ആ ടൈമിൽ എന്നെ ആയിരുന്നാലും എൻ്റെ അനിയത്തി ആയിരുന്നാലും ഇതിൻ്റെയൊക്കെ കോച്ചിങ്ങിന് ആക്കാനും അതിന് വേണ്ടിയിട്ടുള്ള കാശ് മുടക്കിയതിൻ്റെയൊക്കെ കയ്യും കണക്കുമില്ല. ലൈക്ക് നമുക്ക് പറ്റാവുന്നതിലധികം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നോട്ട് എവരി വൺ ക്യാൻ അഫോർഡ് ദാറ്റ്. അത് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ എന്തിനാണ് ഈ പിള്ളേരൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതിനും ഏറ്റവും ബിഗ്ഗസ്റ്റ് റീസൺ ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു പിള്ളേർക്കും നിൽക്കാൻ താല്പര്യമില്ല, അവരെല്ലാം പുറത്തോട്ട് പോവുക എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നവർ ആക്ച്വലി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ബിക്കോസ് അവർക്കാർക്കും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ മെയിൻ റീസൺ ഇതൊക്കെ തന്നെയാണ്. ബിക്കോസ് അവർ സിസ്റ്റം ഈസ് സോ റിഗ്ഡ്, അവർ എഡ്യൂക്കേഷൻ ഈസ് സോ ഫ്ലോപ്ഡ്, ആൻഡ് ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും ഭയങ്കര കുറവാണ്. എല്ലാത്തിലും കറപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവരൊക്കെ എവിടെ പോയി എന്ത് ചെയ്യണം? ഇവിടെയുള്ള സിസ്റ്റം മാറൂല എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് അങ്ങ് ആശ്വസിച്ച് വായോടച്ചിരുന്നാൽ മതിയോ? അങ്ങനെയൊക്കെയുള്ള കാലം കഴിഞ്ഞു. ആക്ച്വലി ജനറേഷൻ മാറിയിട്ടുണ്ട്. ജനറേഷൻ ദേ ആർ മോർ ബിക്കമിങ്, മീൻസ് കുറച്ചും കൂടെയൊക്കെ വോയിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ അതിനെ എന്നും സപ്പോർട്ട് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ഭയങ്കര മോശമാണ്. ഈവൻ നമ്മൾ ഡൽഹിയിൽ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മുടെ സപ്പോർട്ട് കാണിച്ചാലേ ഇതിനൊക്കെ ഉള്ളൊരു ആൻസർ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മാത്രമല്ല. ഇപ്പോൾ CJPയുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ യു ക്യാൻ ഫയൽ എ പെറ്റീഷൻ ദെയർ ഫോർ ഈ ധർമ്മേന്ദ്ര പ്രസാദ് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പെറ്റീഷൻ അവിടെ ഉണ്ട്. യു ക്യാൻ സൈൻ ദെയർ. അതർവൈസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ ഇതിനെതിരായിട്ടുള്ള പോസ്റ്റുകളും ഇതിന് എന്താ പറയണ്ടേ സപ്പോർട്ടീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാമല്ലോ. ആൻഡ് യു ക്യാൻ ലൈക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട് ഈ കാര്യങ്ങളൊക്കെ, അവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും നല്ലൊരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക. അല്ലാണ്ട് നമ്മളെ കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത് ഭയങ്കര മോശമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ആൻഡ് സോ ഹാപ്പി ബിക്കോസ് മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ആക്ച്വലി ഇതിനൊക്കെ എതിരെ വോയിസ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ദേ ആർ ഓൾസോ സ്പീക്കിംഗ് ഇതിന് സപ്പോർട്ടീവായിട്ട് തന്നെ സംസാരിക്കുന്നതിന്. ആൻഡ് അവരെല്ലാവരും ഇതിന് വേണ്ടിയിട്ടായിട്ട് പോസ്റ്റൊക്കെ ചെയ്യുന്നുമുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് ദം. പക്ഷേ എന്നാൽ കുറച്ച് ആൾക്കാരും ഉണ്ട് മിണ്ടാതിരിക്കുന്നത്. അവരുടെ അടുത്തൊന്നും എനിക്കൊന്നും പറയാൻ പോലും ഇല്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ, ഇതൊക്കെ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതൊക്കെ അവരുടെ അടുത്തും പറയണം. വാട്ട് ഫക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്തു. എനിക്ക് പിന്നെ ഈ ഗവൺമെൻറ്റിനോടും ഈ പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനോടൊക്കെ പറയാനുള്ളത്, നാണയില്ലേ ഇത്രയും ആൾക്കാർ കിടന്ന് ഇത്രയും ഭയങ്കര കാര്യത്തിൽ അവിടെ കിടന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കയറി ഒളിച്ചിരുന്നിട്ട് ഈ പിള്ളേരെ അടിക്കാൻ വേണ്ടി ഗുണ്ടകളെയും കാട്ടിലും മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പോലീസസിനെ വിട്ടിട്ട് ഒരിടത്ത് ഒളിച്ച് കയറിയിരിക്കാൻ നാണമില്ലേ? കുറച്ചെങ്കിലും ഉളുപ്പ്, കുറച്ചെങ്കിലും ഒരു എന്തെങ്കിലും ഉണ്ടായിരുന്നതിൽ യു വുഡ് ഹാവ് റിസൈൻഡ് ബൈ നൗ, ഓർ അറ്റ്ലീസ്റ്റ് നമ്മുടെ PM വുഡ് ഹാവ് ടേക്കൺ എ സ്റ്റെപ്പ് അഗെയിൻസ്റ്റ് ദിസ്. ബട്ട്
ആകെ എനിക്ക് കാണാനുള്ള, ഇഫ് നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മേന്ദ്ര സാറിൻ്റെ എക്സ്പോസ്റ്റിൽ പോയി നോക്കിയാൽ മതി. ഹീ ഈസ് സേയിങ് ഔട്ട് എ ബുൾഷിറ്റ് ദെയർ. ലൈക്ക് എന്താ പറയണ്ടേ, കോൺഗ്രസ് രാഹുൽ ഗാന്ധിയൊക്കെ നമ്മളെ ഈ സ്റ്റുഡൻസിന് ടൂളാക്കിയിട്ട് അവരുടെ ഒരു പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റി പ്രൊട്ടസ്റ്റിനെയൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഇസ് ദാറ്റ് ലൈക്ക് ഹൗ കുഡ് യു മാൻ? അവരൊക്കെ ഈ ടൂള് ആക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ 25 കുട്ടികൾ അവിടെ മരിച്ചു കഴിഞ്ഞു. വാട്ട് യു ഹാവ് ഡൺ ഓൾറെഡി. ഓക്കെ, അതിനൊന്നും പറയാനില്ല. ഇവിടെ എത്ര ദിവസമായിട്ട് അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു, ബട്ട് ഒന്നും കാണാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് നോ, ഈ മോദിയൊക്കെ എന്തിനാ സൈലൻ്റായിട്ട് ഇരിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഒരു റീലിൽ ഞാൻ കണ്ടതുപോലെ നമ്മൾ ചിലപ്പോൾ അധികം താമസിയാണ്ട് തന്നെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് കാണും. ഓൺ ദാറ്റ് ടെറർ അറ്റാക്ക് എല്ലാവരും കൂടെ ബ്ലെയിം എന്ത് പറയാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ രാജ്യത്തിന് അറ്റാക്ക് ചെയ്തു, കുറേ ആൾക്കാർ മരിച്ചു, സോ വി ഷുഡ് ബി ഫോക്കസിങ് ഓൺ ദാറ്റ്. എല്ലാവരും അപ്പോൾ രാജ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോക്കസ് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്നു. ഈ പറഞ്ഞ ഇപ്പം നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എന്തിനാണോ, അതായത് ഈ ധർമ്മേന്ദ്ര സാറിൻ്റെ റിസൈന്, ജന്തർ മന്ദിറിൽ നടക്കുന്ന ഈ പ്രൊട്ടസ്റ്റ് എല്ലാവരും മറന്നുപോയിട്ട് എല്ലാവരും സ്ലോലി ആ നമ്മുടെ രാജ്യത്തിൻ്റെ റിവഞ്ച് എന്നുള്ള രീതിയിൽ ആ ഫോക്കസ് അങ്ങോട്ട് പോകും. അതായിരിക്കും നടക്കാൻ പോകണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് മേ ബി ഒരു കരുതൽ, ലൈക്ക് വി ഷുഡ് ബി കെയർഫുൾ. ഡോണ്ട് ബി സൈലൻറ്റ്, ഡൂ സംതിങ് യു ക്യാൻ ഡൂ ആൻഡ് ബി സപ്പോർട്ടീവ്. അവരെന്ന് ആക്ഷേപിക്കാൻ പോലെ അറ്റ്ലീസ്റ്റ് അവർക്ക് ഇച്ചിരി നട്ടല്ലെങ്കിലും ഉണ്ട്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് നടത്താൻ. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെയും അവരെ മരിച്ചൊറിയാൻ പോകരുത്. ഓക്കെ, അവരെയൊക്കെ കളിയാക്കിയിട്ട്. സോ വിത്ത് ദം, ഐ ആം വിത്ത് ഓൾ ദി സ്റ്റുഡൻറ്റ് ഹൂ സഫേർഡ് ഫ്രം ദിസ് ആൻഡ് ഐ വിൽ ബി with them until this problem gets an answer.